പോർഷെ കയൻ അങ്ങ് വാങ്ങി. പക്ഷെ വാങ്ങിയത് ഞാനല്ല, ഒരു സുഹൃത്താണ്. അയാളാണെങ്കിൽ മലയാളിയുമല്ല. അപ്പോൾ ബുക്ക് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു, വണ്ടി മേടിച്ചു, വണ്ടി കിട്ടി. ഇനി 0 കിലോമീറ്ററിൽ ഈ പോർഷെ കയൻ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 2 ആ ഒരു കിലോമീറ്ററിൽ ഈ വണ്ടി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം. അതിനെന്താണ് മാർഗം എന്നാലോചിച്ചപ്പോഴാണ് ഇതേ കിടക്കുന്ന ശിവറാം മോട്ടറിംഗ് അസിസ്റ്റൻസിനെ കുറിച്ച് കേൾക്കുന്നത്. വളരെ സെക്യൂർഡായിട്ട് ഇവർ വണ്ടി അങ്ങ് എത്തിക്കുന്ന പറയണത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കേൾക്കണം. അതിനുശേഷം നമുക്ക് ഈ വണ്ടി കയറ്റങ്ങ് വിടണം. വണ്ടി വളരെ പുതിയ വണ്ടിക്കല്ല സാധനം. നമുക്കിന്ന് ആ ഒരു ശിവറാം മോട്ടോറിംഗ് അസിസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കാം. ഈ വണ്ടി സുഹൃത്ത് മേടിച്ചാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഓടിച്ച് റിവ്യൂ ചെയ്ത് പോസിബിൾ അല്ല. റിവ്യൂ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. എന്തായാലും വരും, നമുക്ക് ആ വണ്ടി കുറിച്ച് സംസാരിക്കാം. ഭാരത് ബെൻസാണ്. ഞാൻ വണ്ടി വിട്ടിട്ടുണ്ട്, നമ്മുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. പുള്ളിയോട് ആദ്യം കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇറങ്ങി. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് സംഭവം? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിക്കവറി ആൻഡ് ഡെലിവറി പ്രോസസ്സാണ്. ഓക്കെ. അതായത് പുതിയ വണ്ടികൾ ഷോറൂമിൽ നിന്ന് കസ്റ്റമറിൻ്റെ വീട്ടിലോട്ട് ഈ കൺവെൻഷൻ സെൻ്ററൊക്കെ ഇല്ല, കല്യാണ പരിപാടിക്ക് കാറൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നൊരു മനസ്സിലായി. അവിടത്തേക്ക് ഡിസ്പ്ലേ കൊടുക്കാനും വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തൊരു വണ്ടിയാണ് ഈ വണ്ടി. എനിക്കിതിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറഞ്ഞുതരാം. അതിനു മുന്നേ എൻ്റെ കയൻ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയൻ അവിടെ എത്തിക്കാനായിട്ട് നിങ്ങളെടുക്കുന്ന ആ ഒരു പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി മെത്തേഡ്സ്, ആ കാര്യങ്ങൾ ആദ്യം പറ. സേഫ്റ്റിയിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഇൻഷുറൻസ്. അതായത് നമ്മൾ കൊണ്ടുവന്ന വണ്ടിക്കും നമ്മളെ ട്രക്കിനും അതിനകത്തുള്ള കാറിനും ഒരേ കണക്കുള്ള ഇൻഷുറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ട് ഇതിന് വണ്ടിക്ക് എക്സ്ട്രാ? 2 വണ്ടിക്കുണ്ട്. ഉണ്ട്. ഇതിനകത്ത് കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏത് വണ്ടിയാണോ ആ വണ്ടിക്ക് ഇൻഷുറൻസ്. ക്യാമറയോ? ക്യാമറ ഫുൾ 360, അതായത് അകത്തും പുറത്തും. അങ്ങനെ ക്യാമറ അകത്തും പുറത്തും ക്യാമറ. ഓക്കെ, എല്ലാം ഉണ്ട്. ഫുൾ ടൈം റെക്കോർഡാണ്. കസ്റ്റമറിന് വേണം, കസ്റ്റമർ ആവശ്യപ്പെട്ട നമ്മൾ കസ്റ്റമറിന് കൊടുക്കും. അപ്പോൾ എനിക്ക് ലൈവ് ഫീഡ് കിട്ടും ഇത് പോകുന്നത്. അതായത് വണ്ടിയുടെ ലൊക്കേഷൻ സൈഡും കിട്ടും. എവിടെ എത്തി, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ട്രക്ക് പോകുന്നത്, അതെല്ലാം കസ്റ്റമറിന് കിട്ടും. ശരി, വീഡിയോസ് കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ശിവറാം മോട്ടറിംഗ് അസിസ്റ്റൻസിനെ കുറിച്ച് പറ. ഇത് എവിടെയാണ്, ഇതിന്റെ എന്താ ലൊക്കേഷൻ എന്താണ്, നിങ്ങളുടെ കാര്യങ്ങൾ? മെയിൻ സ്ഥലം കൊല്ലമാണ്. ഓക്കെ. നമുക്ക് എറണാകുളം, ആലപ്പുഴ, തിരുവനന്തപുരം, ആലുവ ഇവിടെയൊക്കെ നമുക്ക് ഫ്ലീറ്റ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഇത് പുതിയ വണ്ടി മാത്രമല്ല, നമ്മൾ റിക്കവറി, അതായത് ആക്സിഡന്റ് വണ്ടി, ബ്രേക്ക് ഡൗൺ, ഫ്ലഡ്, അങ്ങനെയുള്ള എല്ലാ വണ്ടിയും നമ്മൾ എടുക്കാറുണ്ട്. മരടാണോ നിങ്ങളുടെ കൊച്ചി ലൊക്കേഷൻ? നമ്മളിപ്പം മരടാണ്, കൊച്ചി ലൊക്കേഷൻ. ഓക്കെ. ഇപ്പോൾ ഇങ്ങനൊരു വണ്ടി ഡെലിവറി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ നമ്പറാണ് അവർ തന്നത്. അതെങ്ങനെ? കാരണം കൊച്ചിയിൽ വേറെ ഉണ്ടല്ലോ ഈ സർവീസുകളൊക്കെ. പോർഷെ മാത്രമല്ല, ഒട്ടുമിക്ക പ്രീമിയം വണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഷോറൂമാർ നമ്മളെ നമ്പരേ കൊടുക്കത്തുള്ളൂ. ഓ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നു? അതായത് ഇപ്പോൾ വണ്ടി എങ്ങനെ കയറ്റാം, എങ്ങനെ ഇറക്കാം? എല്ലാ പ്രീമിയം വണ്ടികളും, ഇപ്പോൾ ലംബോർഗിനി, പോർഷെ, BMW, ഇതിന്റെ എല്ലാം ട്രെയിനിങ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ. അതായത് ഒരു പുതിയ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ ഷോറൂമിൽ നമ്മളെ ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കും. ഒരു ദിവസം ഹാഫ് ഡേ നമുക്ക് ട്രെയിനിങ് ആണ്. വണ്ടി ഓടിക്കാനും അറിയണല്ലോ അല്ലേ? ആ വണ്ടി എങ്ങനെ എടുക്കാം, എങ്ങനെ ടോ ചെയ്യാം, ഏത് സിറ്റുവേഷനിൽ എങ്ങനെ ഡാമേജ് വരാതെ വണ്ടി എടുക്കാന്നൊക്കെ ഉള്ളത് ഷോറൂമാർ നമുക്ക് ട്രെയിനിങ്. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് വണ്ടിയായിട്ട് എടുത്ത് തുടങ്ങുന്നത്. അങ്ങനെ അതും ചോദിക്കട്ടെ, ഇതിൽ കൊണ്ടുപോയിട്ടുള്ള ഏറ്റവും വില കൂടിയ വണ്ടി ഏതാ? ഇതിനകത്ത് ഏറ്റവും വില റോൾസ് റോയ്സ് ഉണ്ട്. റോൾസ് റോയ്സ് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ. 10 ബോർഡുള്ള വണ്ടി എല്ലാം കൊണ്ടുപോയിട്ട്. ഇനി നിങ്ങളുടെ റിക്കവറി സർവീസിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു വണ്ടിയെ കുറിച്ച്, അത് ഭാരത് ബെൻസ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു പല വണ്ടികൾ ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ലൈലാൻഡ് ഉണ്ട്, പക്ഷേ നിങ്ങൾ എന്ത് ഭാരത് ബെൻസിൽ എന്തുകൊണ്ട് എത്തി എന്നുള്ളൊരു കാര്യം? ഇവിടെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ പ്രീമിയം ആണ്. 40 lakhs rupees. ഓക്കെ. ഓക്കെ. ഒരു ഭാരത് ബെൻസ് സെഗ്മെന്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു കസ്റ്റമറിന് ആ ഒരു വണ്ടിക്ക് ഒരു ഫീൽ ആയാലും, ഡ്രൈവർമാർക്ക് നല്ല അത്യാവശ്യം നല്ല ലോങ്, ഇത് നല്ല ലോങ് പോകുന്നത് AC ഒക്കെ ഓടിച്ചു കൊണ്ട് ഇതിന് പുറത്തും അകത്തൊക്കെയായിട്ട് ഇഷ്ടം പോലെ ഓടുന്നത്. നമുക്ക് ഡ്രൈവർമാർക്ക് ഒരു ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് AC-യും ആ ഫീച്ചറുള്ള ഒരു വണ്ടി നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ വാങ്ങിയിട്ട് വണ്ടി ബോഡി കെട്ടിയതാണ്? നമ്മൾ ബാക്ക് ബോഡി നമ്മൾ ചെയ്തു. അത് കെട്ടുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ച്, എന്തൊക്കെ കാര്യങ്ങൾ? ആ ഒരു സസ്പെൻഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് വണ്ടി കട്ടറിൽ വീണാലും അകത്തുള്ള കാറിന് അതിന്റെ ആ ഒരു ഈ ആഘാതം അകത്തേക്കായിരിക്കാനുള്ള സസ്പെൻഷൻ. എയർ സസ്പെൻഷൻ ആണോ അതിന്? എയർ അല്ല, നമ്മൾ പ്ലേറ്റിൽ തന്നെ വേറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കയറ്റാൻ ഇറക്കാനുള്ള ഓട്ടോമേഷൻ കാര്യങ്ങളെല്ലാം ഹൈഡ്രോളിക് അല്ലേ? ഹൈഡ്രോളിക്. അപ്പോൾ സ്ക്രാച്ച് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത്? നോർമലി സ്ക്രാച്ച് വരത്തില്ല. ഓക്കെ. വീതി ഉണ്ട്. അതായത് കാർ നമ്മൾ അകത്ത് കയറ്റിയാലും 2 സൈഡിലായിട്ട് 1 അടിയോളം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ. പിന്നെ അതല്ല, നമ്മൾ ബെൽറ്റിൽ ടൈറ്റ് ചെയ്യും. മനസ്സിലായി. 4 ടയർ നമ്മൾ ലോക്ക് ചെയ്യും. ഞാൻ ആദ്യം വണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വണ്ടി അകത്ത കാര്യം കാണിച്ചു തരാം. ബാ, ഇത് മുകളിലേക്കാ. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ ആ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, വിഞ്ച് ഉണ്ട്, മാത്രമല്ല ഇവിടെ ആ ഒരു വലിയ സ്പേസാണ്. എനിക്ക് തോന്നുന്നു ഏത് വണ്ടിയും കയറാനുള്ള സ്ഥലമുണ്ടല്ലേ ശരിക്കും? വലിയ വണ്ടികൾ, നിങ്ങൾ ഏറ്റവും വലിയ വണ്ടി, നീളം കൂടിയ വണ്ടി റോൾസ് റോയ്സ് ആണ് കയറ്റണമല്ല? ലാൻഡ് ക്രൂസറൊക്കെ ശരിക്കും കയറി കിടക്കും. ആ, ഓക്കെ.
അപ്പോൾ ഈ വിഞ്ച് വെച്ച് നിങ്ങൾ വലിച്ചു കയറ്റി അങ്ങ് ചെയ്യും. ഓടുന്ന വണ്ടി നമ്മൾ ഓടിച്ചാൽ പുതിയ വണ്ടി പിന്നെ വലിക്കേണ്ട ആവശ്യമില്ല. വലിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ യൂസ്ഡ് കാർസും ചെയ്യുന്നുണ്ടോ? ആ യൂസ്ഡ് കാർ എല്ലാം ഉണ്ട്. ഇപ്പോൾ അന്യ സംസ്ഥാനം നമ്മൾ വണ്ടി മേടിച്ചു, അത് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളത് നമ്മൾ കൊണ്ടുതരും. ഓക്കെ, ഇനി അടുത്ത സർവീസുകളെ കുറിച്ച് കൂടി പറയണ്ടേ? അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന റിക്കവറിയാണ്. ബ്രേക്ക് ഡൗൺ, ആക്സിഡന്റ്, ഫ്ലഡിൽ ഇഷ്ടംപോലെ വണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. പ്രീമിയം എടുക്കുന്നുണ്ട്, നോർമൽ വണ്ടിയുണ്ട്. നമുക്ക് പിന്നെ ഈ വണ്ടി കൂടാതെ ഓപ്പൺ ടൈപ്പ് ഉണ്ട്. ഭാരത് ബെൻസിൻ്റെ ആണ് ഓപ്പൺ ബോഡി ട്രക്ക് ഉണ്ട്. ഓക്കെ, 0 ഡിഗ്രി ഉണ്ട്. പിന്നെ 2 വീലറിൻ്റെ വണ്ടിയുണ്ട്. ഒട്ടുമിക്ക എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായി. ഇനിയിപ്പോൾ സാധാരണ ഒരുപാട് വണ്ടികൾ ഡെലിവറിക്ക് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു വിവാഹത്തിന് അല്ലെങ്കിൽ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുകൊടുക്കാനായിട്ട് കാർ ഒക്കെ കൊണ്ട് ഡിസ്പ്ലേ ഇടാറുണ്ട് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ വിളിച്ച പുള്ളി പറയേണ്ടത് ഞങ്ങൾ ലേസറൊക്കെ വെക്കാറുണ്ട് വണ്ടിക്കകത്ത്. അതിൻ്റെ സംഭവം എന്താ പരിപാടി? എൻ്റെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓണർ, അതായത് അരുൺ എന്ന് പറയുന്ന ഓണർ, ആളൊരു വണ്ടിയോട് നല്ല ക്രേസ് ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ വണ്ടി നോക്കിയാലും അറിയാം, നമ്മളെ എല്ലാ വണ്ടിയുടെ നമ്പർ തന്നെ ഫാൻസി നമ്പറാണ്. ഓ, ഇത് ഫാൻസി നമ്പർ അല്ലേ? ഇത് ഫാൻസി ആ, ഓക്കെ, 1001. ആ, ഓക്കെ. എല്ലാ വണ്ടിയും നമുക്കുള്ള എല്ലാ വണ്ടിയും ഫാൻസി നമ്പറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടിക്കകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഡിസ്പ്ലേ വരും. അതായത് ഈ വലിയ മാളിലൊക്കെ ഒരു പുതിയൊരു കാർ ഇറങ്ങുമ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതിന് സെപ്പറേറ്റ് അകത്ത് ലേസർ ലൈറ്റ്, സ്മോക്കർ, പാർട്ടി, അകത്ത് തന്നെ നമുക്ക് സ്പീക്കറിൽ ഒരു ആംബിയൻസ്, നമുക്ക് കാണുന്നവർക്ക് ഒരു ആംബിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായി. അകത്ത് സ്പീക്കറും ലേസറും സ്മോക്കും ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി ഫാൻസി ആയിട്ടുള്ള ഡിസ്പ്ലേ കൂടി നമ്മൾ ചെയ്യുന്നവരാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ വണ്ടിയുടെ കാരാണ്, യൂസ്ഡ് കാറിൻ്റെ കാരാണ്. പക്ഷേ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി ഞാൻ ചെയ്യും. കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അത് ഈ വണ്ടിയല്ല, ഈ വണ്ടിയല്ല, വേറെ വണ്ടിയാണ്. അത് കസ്റ്റമറിന് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ വേറെ ബേസ്, ഇത് പ്രീമിയം വണ്ടിക്കുള്ള മാത്രമാണ്. ഓക്കെ, ഓൺലി പ്രീമിയം വണ്ടി. ഇതിന് ഈ ബോഡി, ഇതിന്റെ വേറെ ബോഡിയിൽ തന്നെ വേറെ വണ്ടി നമ്മളതിലുണ്ട്. മനസ്സിലായി. അതായത് കസ്റ്റമറിന് വണ്ടി ആരും കാണാതെ സേഫായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വണ്ടി വേറെ ഉണ്ട്. ഓക്കെ, അതല്ല നമ്മൾ അവർക്ക് കസ്റ്റമറിന് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ബെഡ്, നോർമൽ ഫ്ലാറ്റ് ബെഡ് ആണ് കൊണ്ടുപോകും. അപ്പോൾ ഡെലിവറി അല്ലെങ്കിൽ മറ്റ് പല വണ്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് സൈഡിൽ മെറ്റലല്ല, പകരം ആ ഒരു വിനയിലോ അല്ലെങ്കിൽ ആ ഒരു സംഗതി വെച്ചിട്ട് കവറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ വെയിറ്റ് കുറയാനായിട്ട് നല്ല സഹായിക്കും, മൈലേജ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഹാർഡ് ബോഡി തന്നെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ കാരണം? നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കസ്റ്റമറിന്റെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിനൊക്കെയുള്ള പുതിയ വണ്ടികൾ കൊണ്ട് കൊടുക്കാറുള്ളത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എപ്പോഴും വലിയ ഹാള് കിട്ടണമെന്നില്ല. മനസ്സിലായി. ചിലപ്പോൾ കസ്റ്റമറിന്റെ വീട്ടിലായിരിക്കാം. ഓക്കെ, ഈ വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മളെ കേരളത്തിൽ മിക്ക വഴികളും ചെറിയ വഴികളാണ്, കമ്പും കാര്യങ്ങളൊക്കെ റോഡിലോട്ടാണ്. നമ്മൾ അത്രയും രൂപ എക്സ്പെൻസ് കൊടുത്തിട്ട് സൈഡിൽ ഷീറ്റ് വിനയിലാക്കി കഴിഞ്ഞാൽ കമ്പ് കൊണ്ട് കീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നേരെ മറിച്ച് മെറ്റൽ ആകുമ്പോൾ ഇനിയിപ്പോൾ എന്ത് വന്ന് ഒരു കല്ല് തെറിച്ച് വന്ന് അടിച്ചാലും ഒന്നും സംഭവിക്കില്ല. വണ്ടിക്കൊന്നും മേക്ക് സെൻസ്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തായാലും വണ്ടി കൊടുത്തു വിടാം. നല്ല വെയിലാണ്, അപ്പോൾ ചൂടുമുണ്ട്. വണ്ടിക്കകത്ത് ആ ഒരു എന്താ പറയുക, പുതിയ വണ്ടിയുടെ എല്ലാ ആ ഒരു പളപ്പളപ്പോടും കൂടിയിട്ട് ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെ വണ്ടി വീട്ടിൽ കൊണ്ട് ഇറക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളൂ, വണ്ടി കയറുന്നതിന് മുന്നേ നിങ്ങളെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക? ഷോറൂം അല്ലാണ്ട് നമ്മൾ ഗൂഗിളിൽ ശിവറാം മോട്ടറിംഗ് അസിസ്റ്റൻറ്റ് അടിച്ച് കൊടുത്താൽ കിട്ടും. ഓക്കെ, നമുക്ക് നമ്മളെ കോൺടാക്ട് നമ്പർ നമ്മളെ വണ്ടികളെല്ലാം ഉണ്ട്. അതായത് 9072237239 ഓക്കെ, 94 തൊട്ട് 96 വരെ നമുക്കുണ്ട്. 92 തൊട്ടുണ്ട്. 92 സ്റ്റാർട്ട് ചെയ്തിട്ട് 94 95 96 വരെ നമ്മൾ നമ്പർ. മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോയിങ് ആവശ്യമുണ്ട്. ടോയിങ് എന്ന് പറയുമ്പോൾ കെട്ടി വലിക്കലല്ല, വണ്ടി കയറ്റി കൊണ്ടുപോകാനായിട്ട്. പുതിയ വണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത്. പുതിയ വണ്ടി യൂസർക്കാർക്ക് വാങ്ങുകയാണെങ്കിലും ഒക്കെ കവേർഡായിട്ട് സേഫായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിലെത്തി തരാൻ ശിവറാം മോട്ടറിംഗ് അസിസ്റ്റൻസിനെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നാലും ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കയറ്റി കൊണ്ടുപോകട്ടെ.